കൊടുത്താൽ ഭയങ്കര ദാഹം പരവിഷനായി ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ വെള്ളം അദ്ദേഹത്തിന് പരിചാരകന് വെള്ളം കൊണ്ടുവന്നു. ഇവരെ സമാധാനവര് അവരെ കൈ തടഞ്ഞുകൊണ്ട് അല്ലയോ ചക്രവർത്തി, വെള്ളം കുടിക്കാനിരിക്കട്ടെ, ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളെ കുടിക്കുന്ന, നിങ്ങളിപ്പോ ദാഹിച്ച് ആ വെള്ളത്തിന് വളരെ ആദ്യം കൊണ്ട് നിൽക്കണല്ലോ, ദാഹിച്ച് നിൽക്കണല്ലോ. ഈ സമയത്ത് നിങ്ങൾക്ക് ഈ വെള്ളം തടയപ്പെട്ടാൽ, ഈ വെള്ളം ലോകത്ത് നിങ്ങൾക്ക് എവിടെയും കിട്ടാനില്ല. ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾ ദാഹിച്ച് മരിക്കുമെന്ന് നിങ്ങൾ കണ്ടാൽ എത്ര വില കൊടുത്ത് നിങ്ങൾ ആ വെള്ളം വാങ്ങും ചക്രവർത്തി എന്ന് ചോദിച്ചപ്പോ ഓരോന്നോരോന്ന് നിങ്ങൾ പറഞ്ഞ അവസാനമെത്തി എന്റെ സാമ്രാജ്യത്തിന്റെ പകുതി കൊടുത്തെങ്കിലും ഞാൻ ആ വെള്ളം കരസ്ഥമാക്കിയിരിക്കും. അഥവാ എന്റെ സാമ്രാജ്യത്തിന്റെ പരിധി വന്നാൽ മൊറോക്കോ കഴിഞ്ഞ് അവിടെ ഇങ്ങനെ ആഫ്രിക്കൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ സൗദിയെ ഒക്കെ കഴിഞ്ഞ് കിടക്കും. വലിയ ലോകം 10-20 രാജ്യങ്ങളായി പരന്ന് കിടക്കുന്ന മഹാപ്രപഞ്ചത്തിൽ വലിയൊരു സാമ്രാജ്യത്തിന്റെ അധിപനാണ്. അത്രയും കൊടുത്തെങ്കിലും ആ വെള്ളം ഞാൻ കുടിക്കാൻ വാങ്ങിയിരിക്കും, എനിക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ എന്ന് ഖലീഫ പറഞ്ഞപ്പോ ഇവര് സമ്മാനങ്ങൾ എല്ലാ മംഗളങ്ങളും നേരട്ടെ കുടിച്ചോളൂ. കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോ മുദ്രയിക്കാൻ പറ്റില്ലേ? അല്ലെങ്കിൽ ഹാറൂൺ റഷീദ് അദ്ദേഹം മുദ്രയിക്കാൻ പോവാൻ ഭയങ്കര കുറെ സമയം സംസാരിച്ചിരിക്കുന്നു. അതെ, മുദ്രശങ്കർ ഞാൻ പോയിട്ട് മുദ്രയിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു പോട്ടെ, വരാതിരിക്കട്ടെ. ഈ നിങ്ങൾ പോയിട്ട് നിങ്ങൾ ബാത്റൂമിൽ പോയിട്ട് ഇരുന്നിട്ട് മൂത്രം വരുന്നില്ലെങ്കിൽ ചോദിക്കുക, ഈ മൂത്രം നിങ്ങൾക്ക് പുറത്തു വരുന്നില്ലെങ്കിൽ എന്ത് വില കൊടുത്ത് നിങ്ങൾ ചികിത്സിക്കും? പറഞ്ഞു, എന്റെ പകുതി പോലും ബാക്കി ഞാൻ കൊടുക്കും, എന്റെ ബാക്കി സാമ്രാജ്യങ്ങളും കൊടുത്തെങ്കിലും എന്റെ കെട്ടിക്കിടക്കുന്ന മൂത്രം പുറത്തേക്ക് വന്നില്ലെങ്കിൽ അതിന് ഞാൻ ബാക്കി എന്റെ സാമ്രാജ്യം മൊത്തം കൊടുത്തും ചികിത്സിക്കാൻ തയ്യാറാണ്. യാ അമീറൽ മുഅ്മിനീൻ, ഓ പ്രിയപ്പെട്ട അമീറൽ മുഅ്മിനീൻ, ഇന്ന മലകൻ തറബു അലൈഹി ശുർബത മാഇൻ ഖരീബിൻ ഇല്ലാ യുനാഫിസ ഫീഹി. നിങ്ങൾ ഈ വെട്ടിപ്പിടിച്ച് രാവിലെ മുതൽ വൈകുന്നേരം എവിടെ നടക്കുന്ന മഹാസാമ്രാജ്യങ്ങൾ ഈ പണവും സമ്പത്തൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ പിടിച്ച് പുറത്തു വരുന്ന വെള്ളത്തിന്റെ വാല്യൂ പോലും അതിലില്ല. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. നമ്മൾ വെട്ടിപ്പിടിച്ച സാമ്രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഒരു കുടിക്കുന്ന വെള്ളത്തിനോ പുറത്തേക്ക് പോകുന്ന മൂത്രത്തിനോ പകരമാവില്ല.